90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. Powered by Eastern Yamaha Festive Bonanza and Joy Alucas. Kerala's best digital tuition app ആയിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പ്. എനിക്കറിയാം ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡൗൺലോഡ് ചെയ്യാത്തവരോട് ഒന്ന് പറഞ്ഞുതരാം. അതായത് 90+ മൈ ട്യൂഷൻ ആപ്പിന്റെ പ്രത്യേകത, കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അതായത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ വളരെ ഈസി ആക്കിയിട്ട് ആനിമേറ്റഡ് ഫോർമാറ്റിലായിട്ടായിരിക്കും നിങ്ങൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ സെൻഡ് ചെയ്ത് തരുന്നത്. അത് മാത്രമല്ല, വൺസ് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. സോ പഠനം കൂടുതൽ ഈസിയർ ആക്കൂ നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. ഏതായാലും ഒട്ടും നമ്മൾ ലാഗടിപ്പിക്കുന്നില്ല. കാരണം എല്ലാവരും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ചാറ്റ് കാണുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ആരുടെ കോമ്പിനേഷൻ ആയിരിക്കും, ഇന്ന് ഏത് സോങ്ങിനാണ് ഇന്ന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു കാര്യം ചെയ്യാം. ഓൾഡ് ഇസ് ഗോൾഡ് എന്നല്ലേ നമ്മൾ പറയാറില്ലേ. കുറെ നാളായിട്ട് നമ്മൾ യോയോ പെർഫോമൻസസ് ആണ് ചെയ്തുകൊണ്ടിരിക്കണേ. ഒരു പഴമയിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വന്നാലോ? അപ്പൊ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വലിലേക്കും ഒരു സോങ്ങിലേക്കും രാജേട്ടാ, ഈ പറയുന്നതൊക്കെ സത്യമാണോ? അതെ, ഈ പറയുന്നത് സത്യം തന്നെയാണ്. അല്ലാതെ പ്രേംനസീറോ ഉമ്മറോ ബാലങ്ങനായരോ അല്ല. അതല്ല രാജേട്ടാ, പിന്നെ എനിക്ക് 17 വയസ്സെന്ന് പറയുന്നത് സത്യമാണോന്ന്? എല്ലാവരും 16 എന്നാ പറയണേ. 16? ആരുടെ 16? ഈ രാജേട്ടന്റെ ഒരു തമാശ. അതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് 16 വയസ്സേ തോന്നുകൊള്ളെന്ന് രാജേട്ടന് മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്റെ കണ്ണിന്റെ തിമിരത്തിന്റെ ഓപ്പറേഷന് മുമ്പല്ലേ. അതിനുശേഷം ഞാൻ ഇന്നവരെ നിനക്ക് 16 വയസ്സാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോടി? രാജേട്ടാ, നമ്മുടെ ഈ ബന്ധം എന്റെ വീട്ടുകാരറിഞ്ഞാ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? വീട്ടുകാരറിഞ്ഞാലും കൊള്ളാം, നാട്ടുകാരറിഞ്ഞാലും കൊള്ളാം. യുദ്ധം ചെയ്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ സ്വന്തമാക്കും. നിന്നെ ഞാൻ സ്വന്തം. രാജേട്ടാ, അതല്ല രാജേട്ടാ, എന്റെ മൂത്ത ചേട്ടൻ ഒരു പോലീസ് ഓഫീസറാണ്. അമ്മ, അങ്ങനെയാണെങ്കിൽ നിമിഷം തന്നെ ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ മറക്കാൻ തയ്യാറാണ്. നീ ആരാണ്? നിന്റെ പേരെന്താ? നിന്റെ വീട് എവിടെയാ കൊച്ചേ? ഞാൻ ഇന്ന് മുതൽ രാജേട്ടനല്ല, സോമനാ, സോമൻ. രാജേട്ടനെ പോലീസുകാരെന്ന് പറഞ്ഞത് അത്രയ്ക്ക് പേടിയാണോ? നിന്റെ ആങ്ങളെ എനിക്ക് ഭയങ്കര പേടിയാ. കാരണം
അയാള് പിടിച്ചിടിച്ചാൽ മുലപ്പാല് തുപ്പിക്കും. അത്ര സൈസുള്ള ഇടി അവൻ എന്നെ ഇടിക്കും. അതെങ്ങനെ രാജേട്ടന് മനസ്സിലായി? അവൻ എന്നെ 2 പ്രാവശ്യം മുലപ്പാല് തുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നാൾ എന്നെ പിടിച്ചിടിച്ചു, ഞാൻ തുപ്പിയില്ല. അതെന്താ? തുപ്പല്ലേ തോറ്റു പോകുന്ന ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ തുപ്പിയില്ല, ഇറക്കി. ചേട്ടാ നിങ്ങളെ കല്യാണം എപ്പോഴാ? കല്യാണം ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ളൂ കൊച്ചേ. അതെന്താ? മാസ്ക് ഇട്ട ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ലെന്നാ പറയുന്നത്. അപ്പൊ ചേട്ടാ ഈ കോവിഡ് കാലം കഴിയുമ്പോ ചേട്ടന്റെ കാലം കഴിയുമോ? എങ്ങനെ പറഞ്ഞത്? അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയൊന്നും കഴിയില്ല മോനെ. ആ അല്ല എവിടുന്നാ വരണേ നിങ്ങള്? ഞാൻ അമേരിക്കാവിൽ നിന്ന്. ഈ പെൺകുട്ടിയോ? പൗവാക്കാവിൽ നിന്ന്. ചേട്ടാ അമേരിക്കയിൽ എവിടെ ആയിരുന്നു? അമേരിക്കയിലെ ഫ്ലോറിഡയിലായിരുന്നു ഞാൻ. ഫ്ലോറിഡയില് ഫ്ലോറിഡയിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് പരിപാടിക്ക്. ഈ ഫ്ലോറിഡയിൽ എവിടാ? 2 ഫ്ലോറിന്റെ ഇടയിൽ ഒരു ടാർപ്പ വലിച്ചിട്ടതിൽ ചണത്തിന്റെ ചാക്കയിൽ ഈ ഇസഡ് കിടക്കണവര് കിടക്കും. ഇതിന്റെ ഓണർ വന്നിട്ട് എഴുന്നേറ്റ് പോടാ എന്ന് പറയുമ്പോഴത്തേക്കും പട്ടി എഴുന്നേറ്റ് പോണാരി ഞാൻ കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവാറുണ്ട്. അല്ല, അപ്പൊ ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകാനാണ് പ്ലാന്? കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകണം എന്നാണ് എൻ്റെ ആലോചന. കാരണം വീടും കൂടി ഇല്ലല്ലോ. അയ്യോ അതല്ല ചേട്ടാ, കല്യാണം കഴിഞ്ഞ എല്ലാരും ഇങ്ങനെ ഹണിമൂണിന് പോകുമല്ലോ. അപ്പൊ അങ്ങനെ ഹണിമൂണിനായിട്ട് എവിടെ പോകാനാണ് താല്പര്യം എന്നാ ചോദിച്ചത്. ഹണിമൂണിന് ഞാൻ വന്യജീവികളെ ഇവളെ കാണിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹപ്രകാരം ഞാൻ ഇവളോട് വാഗ്ദാനം കൊടുക്കുകയും ചെയ്തു. അത് രാജേട്ടൻ ചുമ്മാ പറഞ്ഞു പറ്റിക്കുന്നതാ. മുൻപ് എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. ആഹാ. ബോട്ടിൽ കറക്കി കാണിച്ചു തരാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു പറ്റിച്ചു. ഛേ, അതെന്താ ചേട്ടാ ബോട്ടിൽ കറക്കാന്ന് പറഞ്ഞ് കറക്കാത്തത്? മോശല്ലേ അങ്ങനെയൊക്കെ? അല്ലല്ല, ഞാൻ ബോട്ടിൽ കറക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവള് കാണാത്തോണ്ടാ. വേണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളെ ഞാൻ ബോട്ടിൽ കറക്കി കാണിച്ചു തരാം. ഞാൻ എങ്ങനെ വാക്ക് മാറ്റി പറയുന്ന ആളൊന്നുമല്ല. ആഹാ, അങ്ങനെ ബോട്ടിൽ കറക്കം. ഇതെന്താണിത്? ഇത് ബോട്ടിൽ കറക്കി കാണിക്കുന്നു. കണ്ടോ? ബോട്ടിൽ ഇറങ്ങി കറക്റ്റാ. അത് മാത്രമല്ല വരയാടിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. ശ്ശെ. അതെന്താ അങ്ങനെ? വരയാടിനെയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? എന്നെ ഒരു വലിയ കുന്നിന്റെ മകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരു പടം കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് വരയാട് എന്ന്. അയ്യോ അത് മോശമായി പോയല്ലോ. അത് അങ്ങനെയാണോ ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാന്ന് ശരിയാവണേ? ഇത് പിന്നെ വരയാടല്ലാതെ ഫ്ലെക്സാഡാണോ? ആ അത് ശരി. അല്ല ചേട്ടാ ഏ? അല്ല നിങ്ങൾ ഈ വന്യമൃഗങ്ങളെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം വേറെ ഒന്നുമില്ല, അത് കാണിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഇത് കാണിച്ചു കൊടുത്തില്ലല്ലോ. ആ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. മോളെ, വന്യമൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാണുന്ന കണ്ടോ? ദേ ഇരിക്കുന്ന ഒരു സീബ്ര ഉണ്ടോ? അത് സീബ്രയാണ്. അല്ലടാ അമേരിക്കയിൽ എന്താ ജോലി? അമേരിക്കയില് ഇൻഫോ പാർക്കിലായിരുന്നു. സോഫ്റ്റ്വെയർ കമ്പനിയിലാണോ? ഇപ്പൊ സോഫ്റ്റ്വെയർ ആവും, ഉച്ച കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആവും. കാരണം ഞാൻ 4 കിണ്ണം ചോറുണ്ട് ഉച്ചയ്ക്ക്. ഇപ്പൊ ഹാർഡ്വെയർ ആവും. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാണോ? ഇൻഫോ എഞ്ചിനീയർ ആണോ അവിടെ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർക്കല്ല ശ്രീമതി. അല്ലേ? അതായത് ഇതുപോലത്തെ കാമുകന്മാര് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന പാർക്കാണ്. ആ പാർക്കിന്റെ പേരാണ് ഇൻഫോ പാർക്ക്. ഓ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു. ചേട്ടാ ശരിക്കും അവിടെ എന്തായിരുന്നു പരിപാടി? അവിടെ എൻ്റെ സമ്പാദ്യമായ സംഗീതം ഞാൻ അവർക്ക് കൊടുക്കും. അവരുടെ കയ്യിലിരിക്കുന്ന സമ്പാദ്യം ഞാൻ മേടിച്ച് ഇങ്ങനെ അല്ലറ ചില്ലറ കഥയിലൊക്കെ മേടിച്ച് തിന്ന്. ആ ശരി ശരി ശരി, മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ എല്ലാം മനസ്സിലായി. സംഭവം എന്താണെന്ന് മനസ്സിലായി. പാട്ട് പാടി പൈസ വിരിക്കുന്നു, അതാണ് പരിപാടി അല്ലേ? ചേട്ടാ അമേരിക്കയിൽ പോയല്ലേ, അപ്പൊ ഏത് പാട്ടായിരിക്കും പാടണ? അമേരിക്ക പോയി കഴിഞ്ഞാൽ ഞാൻ അയ്യോ എന്റെ പൊന്നു ചേട്ടാ, കേൾക്കുമ്പോൾ ചേട്ടാ ഈ പാട്ട് പാടിയത് എങ്ങനെ ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവുന്ന എങ്ങനെ? അവിടെ പാർക്കിൽ മുഴുവൻ പറഞ്ഞ സാഹിത്യം അവരെങ്ങനെ മനസ്സിലാക്കും? രാജേട്ടാ ഇംഗ്ലീഷിൽ പാട്ട് കാച്ചിക്കൊടു രാജേട്ടാ. പാല് കാച്ചുന്ന രീതിയിൽ ഞാൻ പാട്ട് കാച്ചാൻ പോകും. ആലിലീഫ് കണ്ണ നിന്റെ ഫ്ലൂട്ടിക കേൾക്കുമ്പോൾ എൻ മൈൻഡിൽ സോങ്ങുണരും. 100 ഡ്രീംസ് ഉണരും. ഉയരിൻ പാട്ട് നിർത്താൻ പറഞ്ഞാ നന്നായി, അല്ലെങ്കിൽ ഈ പീസോടി ഞങ്ങൾ താഴെ പോയേനെ. അല്ല അതിന്ന് മാറിയിട്ടില്ല. പിന്നോടി മലി വരട്ടെ. എന്തൊരു സൂപ്പർ അടിപൊളി. ആദ്യമായിട്ടല്ലേ ഇവിടെ ആദ്യമായിട്ട്. ഫ്ലോറിൽ ഇങ്ങനെ ഒരു എനാക്ട് എന്ത് തോന്നി? ആദ്യം നമുക്ക് അനുശേഷിയോട് ചോദിക്കാം അല്ലേ? എന്നല്ലേ പെട്ടെന്ന് തന്നെ പഠിച്ചു. അതായത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ഡയലോഗുകളൊക്കെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ വരില്ല. നമ്മൾ വേറെ രീതിയിലൊക്കെ അല്ലേ സംസാരിക്കണേ. ഒക്കെ ടക്കേന്ന് പഠിച്ചെടുത്തു. എന്തോ
അല്ല, സന്തോഷം. ചേട്ടനായിരുന്നു കൂടെ. വിനിച്ചേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഇങ്ങോട്ടേക്ക് തരും. പിന്നെ അങ്ങ് കേൾക്കുന്ന കൊടുത്താൽ മതിയല്ലോ. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് സ്പോട്ടിൽ ഒരുപാട് കൗണ്ടേഴ്സ് പുള്ളി തന്നെ അല്ലേ? എന്ത് രസമായിരുന്നു. ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? പറയൂ. സൂപ്പർ, അടിപൊളിയല്ലായിരുന്നു? നന്നായിരുന്നു. അല്ല കാരണം നമ്മളിപ്പോ ഇപ്പൊ ഒരു ചെറിയ റിഹേഴ്സലും കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലുപരി നമ്മുടെ ടീമിലെ ആൾക്കാർ പല ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങൾ കറക്റ്റ് അല്ലേ? സ്പോട്ടിലെ കൗണ്ടർ അടിപൊളി. ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടമായത് എന്താണെന്നറിയോ? പെയിൻ മുട്ടുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നില്ലേ? ചുറ്റികൊക്കെ എടുത്തിട്ടാണ് പെയിൻ മുട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ ഈ പാട്ടിന്റെ ടൈമിങ്ങിനനുസരിച്ച് നഖത്തേൽ വെച്ചിട്ട് പൊട്ടിയിട്ട് പൊട്ടുന്നില്ല. എന്നാ ചിറ്റിക വെച്ച് അടിച്ചാൽ എന്തായാലും പൊട്ടും. ശരി, ശശു എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ അടിപൊളി. പിന്നെ വിനിച്ചേട്ടനെ പറ്റി നമ്മൾ പറയണ്ടല്ലോ, നമ്മളൊക്കെ വിനിച്ചേട്ടന്റെ ആരാധകരാണ് ഈ ഒരു കാര്യത്തില്. ഓരോ ദിവസവും ആരാധന കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഡാൻസിനാണെങ്കിലും സ്പോട്ടിൽ കൗണ്ടർ പറയാൻ ഇതേപോലൊരു മനുഷ്യൻ വേറെ ഇല്ലെന്നാണ്. അല്ല പക്ഷെ ലക്ഷ്മി ഈ ഒരു പാട്ടിന് ഇത്രത്തോളം കോമഡി കാണിക്കാമെന്ന് അല്ലേ? വേറെ ഒരാളായിരുന്നെങ്കിൽ പോലും ഒരിക്കലും പറ്റില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൗണ്ടർ പെട്ടെന്ന് ഓരോ നമ്മൾ ഉദ്ദേശിക്കാത്ത കൗണ്ടർ കൂടുതൽ കളിക്കാൻ പറ്റത്തില്ല, നമ്മൾ ചിരിച്ചു പോകും. അതുപോലെ കൗണ്ടർ അടിക്കും. പക്ഷേ ഈ പാടിനകത്ത് അപ്പം തന്നെ സ്പോട്ട് വെച്ച് കുറെ ആക്ഷൻ ഇട്ട് നമ്മളെ ചിരിപ്പിക്കും. ഒരുപാട് സംഭവങ്ങൾ ഇട്ട് ചിരിപ്പിക്കും. സത്യൻ മാഷ് അദ്ദേഹത്തിന്റെ ഒരു ഹൈലൈറ്റ് പെർഫോമൻസ് ആണ്. പെർഫോമർ ആണ് ഇദ്ദേഹം. സോ ഇത് മറ്റൊരു മൈൽ സ്റ്റോൺ ആണ്. കാരണം ഈ ഒരു സോങ് ഇങ്ങനൊരു പെർഫോമൻസ് ആരും ഇങ്ങനൊരു കോമ്പറ്റീഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് ശരിക്കും നമ്മുടെ സ്റ്റാർ മാജിക്കിന് മാത്രമുള്ള പെർഫോമൻസ് ആണ്. സൂപ്പർ ടാലന്റഡ് ആയിട്ടുള്ള രണ്ടുപേരാണ് നമുക്ക് പെർഫോം ചെയ്ത് തന്നെ. സോ താങ്ക് യു സോ മച്ച് ബിനു ചേട്ടാ ആൻഡ് ചേച്ചി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ. അതും പൊളിച്ച്. നമ്മുടെ ബന്ധം നമ്മുടെ വീട്ടുകാർ അംഗീകരിക്കാതിരുന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ വീട്ടുകാരെന്നാ എന്നാടി ഒന്നോടെ പറഞ്ഞാടി. രാജേട്ടാ, എന്തോ നമ്മുടെ വീട്ടുകാർ എന്റെ വീട്ടുകാരാണേ. സോറി രാജേട്ടാ. എന്തോ പറഞ്ഞോ. ഒരു മിനിറ്റ് ചിരിച്ചത്. സോറി രാജേട്ടനെ പോലീസുകാരെന്ന് പറഞ്ഞത് അത്രയ്ക്ക് പേടിയാണോ? നിന്റെ ആങ്ങളെ എനിക്ക് ഭയങ്കര പേടിയാ. കാരണം അയാള് പിടിച്ചിടിച്ചാൽ മുലപ്പാല് തുപ്പിക്കും. അത്ര സൈസുള്ള ഇടി അവൻ ഇടിക്കും. ശരിയായോ അളിയാ? സ്റ്റാർ മാജിക്കില് എത്ര നാളായി നമ്മൾ ബലൂൺസ് വെച്ചിട്ട് ഒരു ഗെയിം കളിച്ചിട്ടല്ലേ? നമ്മൾ ഇങ്ങനെ മിസ് ചെയ്യായിരുന്നു. യൂട്യൂബിലൊക്കെ നിങ്ങളുടെ ബലൂൺ എവിടെ, ആസ്ഥാന പ്രോപ്പർട്ടി എവിടെയെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിതാ ബലൂൺ വെച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് പോകാൻ പോണേ. പക്ഷെ ബലൂൺ ഉണ്ടെങ്കിലും ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കപ്പ് കൊട്ടാരം. കൊട്ടാരത്തിലെ രണ്ട് കൊട്ടാരം. അപ്പൊ ആദ്യം തന്നെ ഗെയിം എങ്ങനെ കളിക്കണേന്ന് പറഞ്ഞേക്കാളും മുന്നേ ഈ രണ്ട് കൊട്ടാരത്തിലെയും രണ്ട് രാജാക്കന്മാർക്ക് നമുക്ക് പേരിടൽ ചടങ്ങ് നടത്താം. മുത്തുരാജ. അടിപൊളി. നല്ല പേര്. എന്നാ ഞങ്ങൾ സ്വർണ്ണരാജ. ശരി. നമ്മുടെ നാട്ടില് കേബിള് കുഴിക്കാൻ വേണ്ടി 10 മണിക്ക് ചായ കുടിച്ചിട്ട് ബീഡി വലിക്കാനിരിക്കില്ല അതുപോലെ ഇരിപ്പുണ്ട്. ഈ രാജാവിന്റെയോ? അത് ഞാൻ പറഞ്ഞു കൊടുത്ത എന്റെ ടീമിനെ ഞാൻ ചീത്ത വിളിച്ചു എന്നുള്ള പേര്. ലക്ഷ്മി നമ്മുടെ രാജാവിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നിപ്പിൽ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം 2 അടിക്കണ സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ ഗ്ലാസ്സിൽ കുടിക്കാത്ത ഒരു രാജാവാണ് ഞങ്ങളുടെ രാജാവ്. അത് തലയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. വൈകുന്നേരം അത് ഇളക്കും, ഒഴിക്കും, കുടിക്കും. അവിടെ തന്നെ പശ വെച്ചു. സ്വന്തം ക്ലാസ്, അതായത് സാമൂഹിക അകലം പാലിച്ചിരുന്ന് അടിക്കും. അവനവന്റെ ഗ്ലാസ് അവനവന്റെ ടച്ചിങ്സ്. ഓക്കെ ഫൈൻ. അപ്പൊ ഒരുപാട് ഗ്ലാസുകൾ അങ്ങനെ നിധി പോലെ ലഭിക്കട്ടെ എന്ന് വിഷ് ചെയ്തിട്ട് അവിടെ ഉറങ്ങിപ്പോവല്ലേ എന്ന് വിഷ് ചെയ്തിട്ട് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗെയിം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ നിന്ന് 3 പേരായിരിക്കും.
സംഗതി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കപ്പ് കൊട്ടാരം ഉണ്ടാക്കണം. അതായത് ഈ ഒരു ബലൂൺ എടുക്കുക, ജസ്റ്റ് ഓരോ ഗ്ലാസ്സിൽ വെക്കുക, എന്നിട്ട് ലോക്ക് ചെയ്യുന്ന പോലെ ഇത് വീർപ്പിച്ചതിന് ശേഷം അവിടെ കൈ യൂസ് ചെയ്യാതെ അവിടെ കൊണ്ടുപോയി ആ ഗ്ലാസിന്റെ മുകളിൽ വെക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ സാധു ഔട്ട് ആവുന്നു, മീൻസ് എക്സിറ്റ് ആവുന്നു, അടുത്ത ആൾ വരുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാറി മാറി എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കണം. ബസർ വരുന്നവരെ ഏറ്റവും കൂടുതൽ ഗ്ലാസ് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. സോ മൂവിംഗ് ഓൺ ടു ദി ഗെയിം കപ്പ് കൊട്ടാരം. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അടുത്താള് വേഗം താഴെ പറ്റുന്നില്ലെങ്കിൽ അടുത്താൾക്ക് മൂവ് ചെയ്തു. Only two. Fixed ആയിട്ട് അവർ രണ്ടുപേരും മാത്രം. കളിച്ചത് പോവരുത്. ഓക്കെ, എല്ലാവരും കളിച്ചോളാൻ. വേഗം ആയിക്കോട്ടെ. ബസർ വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഗ്ലാസ് കളക്ട് ചെയ്യണം. സ്പീഡ് 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 കൊട്ടാരം സ്പീഡ് കൊട്ടാരം സ്പീഡ്. ബിരുവേണ്ട സ്പീഡ്. സ്പീഡ് സ്പീഡ് സ്പീഡ്. കേറിനോ മാറ്. ആരടാ ജെസ്സിയിലേക്ക് വലിച്ചാ കീറുന്നുണ്ടോ? സാധിക പറ്റിയെ മാറ പ്ലീസ്. സമയടിക്കല്ലേ? റൊട്ടേഷൻ ഇവിടെ ഇരുന്നാ മതിയോ? അനുവിന്റെ സൗന്ദര്യമുള്ള മുഖം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അടിപൊളി, നല്ല രസം. എങ്ങനെയൊക്കെ മാറ്. രണ്ട് ടീമും നന്നായി കളിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴാണ് എടുക്കണേ. ഇവിടെ നമ്മളെ തോപ്പിക്കാൻ നോക്കോട്ടോ. ഓടി പെട്ടെന്ന് വാ. മാറിക്കോ. വെക്കാൻ പോവാണ്. ഓക്കെ, സ്മോൾ ചേഞ്ച്. ഇനി ഓരോ ടീമിൽ നിന്നും ഒരാൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അത് ഫിക്സ് ചെയ്തോളൂ ആരാന്ന്. ബാക്കി എല്ലാരും പോയിരിക്കണം. വെരി ഗുഡ്. വെരി ഗുഡ്.
ബലൂൺ ചേഞ്ച് ചെയ്യുന്നില്ല. അസീസ് ബലൂൺ ചേഞ്ച് ചെയ്യുന്നില്ല. വേണ്ട. ബലൂൺ ചേഞ്ച് ചെയ്യണ്ട. എടാ ബലൂൺ ചേഞ്ച് ചെയ്യണ്ടാ. എറണാകുളത്തിന്റെ അഭിമാനം നമ്മുടെ നവീൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന, കണ്ണിന് ആനന്ദം പകരുന്ന, കണ്ണിന് കുളിർമ പകരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുണ്ടുവെച്ച് ഞാനടുത്ത് നാക്കിന്റെ കുളവി Good job, Naveen Arkelati. Well planned, well coordinated. നല്ല രീതിയിൽ ഇവര് കളിച്ചു. അതെന്താണ് അങ്ങനെ ഇരിക്കണം? ഇവിടെ എന്താ പറ്റിയത്? ആക്ച്വലി ഈ ടീമിൽ എന്താ പറ്റിയത്? കഴിവില്ലായ്മ, അതാണ് പറ്റിയത്. എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളത്, അതുകൊണ്ട് എനിക്ക് ഫസ്റ്റിലെ തന്നെ ഞാൻ ഭയങ്കര ഡിലേ ആയിരുന്നു. ഓക്കെ. സുധിയുടെ തലക്കെട്ട് ആരോ ഗ്ലാസ് വെച്ച് ഇടിച്ചു, അങ്ങനെ തന്നെ മുഴയും വന്നു. അപ്പോ എന്തായാലും ഒന്നും ഇതിൽ പറയാനില്ല. ടോട്ടൽ 35 ക്ലാസ്സുകളായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. വിടല്ല, ഒന്നാലും തോറ്റ് പോട്ടെ. ശരി, ഈ കംപ്ലീറ്റ് ക്ലാസ്സും വെച്ച് തീർത്തതെന്ന് പറഞ്ഞാൽ നവീൻ ചേട്ടന്റെ ടീമാണ്. നവീൻ അടിമാലിയുടെ ടീം. നിങ്ങൾ ജയിച്ചു കഴിയുമ്പോ വേറെ വല്ലവരും പേര് എന്നാലും അങ്ങനെയല്ലല്ലോ. ചേട്ടന്റെ ടീം. ഓക്കെ ഫൈൻ. അപ്പോ അതിലൊരു ഇമ്പോർട്ടന്റ് റോള് വഹിച്ചത് നവീൻ ചേട്ടനാണ്. അത് നമ്മൾ എടുത്തു പറയാം. ഓൾ റൈറ്റ്, സോ കൺഗ്രാറ്റുലേഷൻസ് ബിനു, അടിമാലി ആൻഡ് ടീം. സാധാരണ അടി കിട്ടുമ്പോ മാത്രം എന്റെ പേര് പറയാറുള്ളൂ, അതുകൊണ്ടാ. ഓക്കെ, സന്തോഷം കിട്ടാനാ. അങ്ങനെ ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ സമയം ഇവിടെ തീരാണ്. സംഗതി അരമണിക്കൂറേ ഉള്ളൂ എന്നുള്ളത് കുറെ പേർക്ക് പരാതി ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇതിലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. So now we are saying bye-bye from Star Magic co-powered by Eastern, Yamaha Festive Bonanza and Joy Alucas. Enjoy. Good night.